ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും വെറൈറ്റി രുചിയിൽ സേമിയ പായസം തയ്യാറാക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പായസത്തിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ കഴിക്കാൻ. സേമിയ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ചൂടായ ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കാഷ്യൂസും റൈസിൻസും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി ഉരുളിയിലേക്ക് 250 ഗ്രാം അളവിലുള്ള കപ്പിൽ 1 കപ്പ് ഫ്രൈ ചെയ്ത സേമിയ ചേർക്കാം. സേമിയ ചേർക്കുന്നതോടൊപ്പം തന്നെ 25 ഗ്രാം അളവിൽ ബട്ടർ കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞാൽ 1 കപ്പ് അളവിൽ പാല് ചേർക്കാം. ഇനി പാലും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ ഒരു 1/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ പാലും കൂടി ചേർക്കാം. പാല് നല്ല കട്ടിയുള്ള പാല് ചേർക്കുമ്പോഴാണ് കേട്ടോ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ പാലും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും 1/2 കപ്പ് പാലിലേക്ക് 1/2 സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പായസം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത കാഷ്യൂസും റൈസിൻസും ഒക്കെ ചേർത്ത് ഗാർണിഷ് കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ക്രീമി സേമിയ പായസം ഇവിടെ റെഡിയാണ്.